പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്ന പലതരം ബുദ്ധിമുട്ടുകൾ വിഷമിക്കുന്ന മക്കളെ, നിങ്ങളോടൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മിലാരും ഒരിക്കലും ഒന്നിനും ദൈവത്തോട് മറുതലിക്കുകയോ അവിടത്തേക്കെതിരെ പിറുപിറുക്കുകയോ ചെയ്യരുതെന്നാണ്. അതെന്ത് കാരണം കൊണ്ടായാലും ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ, ദൈവം സ്വർഗത്തിലും നാം ഭൂമിയിലുമാണ്. അവിടുന്ന് സർവശക്തനും ഉഗ്രപ്രതാപവാനുമാണ്. അവിടത്തേക്കെതിരായ നമ്മുടെ ജൽപ്പനങ്ങൾ അവിടുന്ന് അറിയുകയില്ല എന്ന് നാം കരുതരുത്. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത് നാം കേൾക്കാം. സങ്കീർത്തനം 134 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. ഇതാണ് ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പിറുപിറുപ്പിൽ അവിടുന്ന് ശ്രവിക്കാതിരിക്കുമോ? നിശ്ചയമായും അവിടുന്ന് അത് ശ്രവിക്കും. പുറപ്പാട് യാത്രയിൽ ഇസ്രായേൽ ജനം അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവിടത്തേക്കെതിരെ പിറുപിറുക്കുകയും അവിടുത്തെ ദുഷിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. അവിടുന്ന് എല്ലാം കൃത്യമായി അറിയുന്നുണ്ട്. 9 പ്രാവശ്യം അവിടുന്ന് അവരോട് ക്ഷമിച്ചു. എന്നാൽ അവിടുന്ന് വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. സംഖ്യ 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, വാളിനിരയാകാൻ കർത്താവെ, അങ്ങ് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത് എന്നവർ ദൈവത്തിനെതിരെ ദുഷിച്ച് പറഞ്ഞു. 9 പ്രാവശ്യം അവിടുന്ന് ക്ഷമിച്ചെങ്കിലും 10-ാം പ്രാവശ്യം അവിടുത്തെ കോപം ആളിക്കത്തി അവരെ നശിപ്പിക്കാൻ അവിടുന്ന് മുതിരുകയും ചെയ്തു. എന്നാൽ മോശ അതിൽ നിന്നും അവിടുത്തെ പിന്തിരിപ്പിച്ചു. അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. എങ്കിലും അവരെ നശിപ്പിക്കുന്നതിൽ നിന്ന് അവിടുന്ന് പിന്തിരിഞ്ഞെങ്കിലും അവരെ ശപിക്കാതിരുന്നില്ല. അവിടുന്ന് അവരോട് പറഞ്ഞു. സംഖ്യ 14-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഞാനാണ് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണ് കർത്താവായ ഞാൻ പറയുന്നു. എൻ്റെ മഹത്വം ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിലാരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല എന്ന്. അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. അവർ മരിക്കുമെന്ന് ഭയപ്പെട്ടിരുന്ന, വാളനിരയാവുമെന്ന് ഭയപ്പെട്ടിരുന്ന അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും അവിടെ പ്രവേശിച്ചു. എന്നാൽ അവരിലാരും അവിടെ പ്രവേശിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവിടത്തേക്കെതിരെ പിറുപിറുത്ത 20-ഉം അതിലധികവും വയസ്സുള്ള എല്ലാ പുരുഷന്മാരും മരിച്ചു വീഴുന്നതുവരെ അവർക്ക് ആ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആകയാൽ ആരും തങ്ങളുടെ പ്രതിസന്ധികളിൽ അവിടത്തേക്കെതിരെ പിറുപിറുക്കാതെ, പ്രതിസന്ധികളിൽ തളരാതെ അവിടത്തോട് പ്രാർത്ഥിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുവിൻ. അവിടുന്ന് പ്രാർത്ഥന ശ്രവിക്കുന്നവനാണ്. നാം നശിക്കാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല.